ഹായ് ഫ്രണ്ട്സ്, ക്രിസ്മസ് സീസൺ വരവായില്ലേ. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ക്രിസ്മസ് സ്നാക്സ് ആണ്. 2 തരം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം കേട്ടോ. ഈ ക്രിസ്മസ് സ്നാക്സിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ആദ്യമായിട്ട് എടുത്തേക്കുന്നത് പഫ് പേസ്ട്രി. ഒരേ തൂക്കത്തിൽ 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും, പഫ് പേസ്ട്രി എന്ന് പറഞ്ഞാൽ. പക്ഷെ ഞാനിതിവിടെ ഉണ്ടാക്കിയതാണ്. ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ അതിടുന്നതായിരിക്കും. പിന്നെ വേണ്ടത് ഒരു മുട്ട, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ്, ചോക്ലേറ്റ് പീസസ്, നല്ല നട്ടല്ല. പിള്ളേർക്ക് നല്ല ഇഷ്ടമുള്ളതാണ് നട്ടല്ല, നിങ്ങൾക്കറിയാം. പിന്നെ ശകലം മൈദ, ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സ്ട്രോബെറി, പിന്നെ സ്പൈസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നല്ലൊരു ഫ്ലേവറൊക്കെ വരാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ സിനമൺ പൗഡർ, കറുവാപ്പട്ടപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് മതി. ഇങ്ങനത്തെ 2 ബേക്കിംഗ് ട്രേ റെഡിയാക്കി വെക്കുക, 2 എണ്ണം. ഇതേ സമയത്ത് തന്നെ നമ്മൾ ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. പഫ് പേസ്ട്രി ആണിത്, അത് ഞാൻ എടുക്കുകയാണ്. ഇത് കുറച്ചിവിടെ ഞാനൊരു പാത്രത്തിൽ മൈദ എടുത്ത് വെച്ചിരുന്നു. നല്ല റോളർ വെച്ച് റോൾ ചെയ്തെടുക്കുക. നമ്മൾ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഇങ്ങനത്തെ ട്രേയിലേക്ക് പതുക്കെ വെക്കാം. ഈ നട്ടെല്ല എടുത്തിട്ട് ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലൊന്ന് വെക്കാം. ഇനി ഇത് നല്ല ഭംഗിയിൽ ക്രിസ്മസ് ട്രീ പോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറേശ്ശെ കാഷ്യൂ നട്ട്സ്, ഞാൻ ചെറുതായിട്ട് നുറുക്കി വെച്ചിരുന്ന കാഷ്യൂ നട്ട്സാണ്, കുറച്ച് സിനമൺ പൗഡർ അല്ലെങ്കിൽ കറുവാപ്പട്ടപ്പൊടി, ഇങ്ങനെ ഇടുക. നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നമ്മൾ അടുത്തത് എടുത്തിട്ട് ഇനിയും ഇതുപോലെ തന്നെ പരത്തുക. നല്ല സാവധാനം, നല്ല നേരത്തെ പരത്തിയ പോലെ തന്നെ പരത്തിയെടുക്കുക. ഇങ്ങോട്ട് എടുത്തിട്ട് പതുക്കനെ ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഏകദേശം നമുക്കറിയാം. എന്നിട്ട് ആ അളവിന് കട്ട് ചെയ്തെടുക്കുക, നേരത്തെ ചെയ്തേക്കണതിൻ്റെ അതേ അളവിൽ. പെർഫെക്റ്റ് ട്രീ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരു സൈഡ് വെട്ടി കൊടുക്കുക, അതുപോലെ തന്നെ ഈ സൈഡും വെട്ടുക. ഇനി ദേ ഇതുപോലെ തന്നെ ചെറുതൊരെണ്ണം പരത്തിയിട്ട് ഞാൻ ചെറിയ സ്റ്റാർ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാനൊരു ഐഡിയ ചെയ്യാൻ പോണ ചെറിയൊരു സ്വീറ്റ് ഇങ്ങനെ വെച്ചിട്ട് അവനെ കവർ ചെയ്യാൻ പോവാണ്, ചെറിയൊരു സ്റ്റാർ. എന്നിട്ട് നമ്മൾ നമ്മുടെ ട്രീയുടെ മുകളിൽ വയ്ക്കാൻ പോകട്ടോ. അപ്പോൾ നമ്മൾ ട്രീ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു ചോക്ലേറ്റ് വലിയൊരു സ്റ്റാർ നമുക്ക് ഉണ്ടാക്കാം. ഇനി നമ്മളിതേ ഒരു സ്റ്റാർ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലും നമുക്ക് നമ്മുടെ ചോക്ലേറ്റ്സ് പതുക്കെ നിരത്താം. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടാവൂലേ. ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പതുക്കെ എടുത്തിട്ട് ഇത് കാര്യം ചെയ്യാം. ഇവിടെ അങ്ങോട്ട് വയ്ക്കാം.
നമുക്ക് ഇതിനെയും കട്ട് ചെയ്തെടുക്കാം. ട്രേയിലേക്ക് വെക്കുക. ഇതുപോലെ ട്രേയിലേക്ക് വെക്കുക. അപ്പോൾ ദേ ഇങ്ങനെ വെച്ചതും പിന്നെ ദേ നമ്മളതിൻ്റെ അടിയിൽ ബഫല്ലോ ഗ്രാസ് പോലൊരു സാധനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും ചോക്ലേറ്റ് വെച്ചിട്ട് ദേ ഇത് വെച്ച് അടയ്ക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ എഗ് വാഷ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ പിന്നെയും നമ്മൾ കുറച്ച് സിനമൺ പൗഡർ ഇടണം. അവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 15 to 18 മിനിറ്റ്സ് ആണ് നമ്മൾ വെക്കേണ്ടത്. ഒരു 12 മിനിറ്റ്സ് കഴിയുമ്പോൾ വന്ന് നോക്കണം. 15 മിനിറ്റ് എടുത്തു കേട്ടോ. 15 മുതൽ 16 മിനിറ്റ് വരെ എടുത്തിട്ടുണ്ട്. അസലായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ വാഷിന്റെ മുകളിലേക്ക് വെക്കുകയാണ്. ക്രിസ്മസ് സ്പെഷ്യൽ സ്നാക്ക് റെഡിയാക്കി ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. കഴിച്ചോ? ഒരുമിച്ച് അത് മതി. അപ്പൊ ഫ്രണ്ട്സ്, ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ക്രിസ്മസിന്റെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു ക്രിസ്മസ് ഐറ്റം ആയിട്ട് ഞങ്ങൾ വേഗം വരും. Till then, bye.